അസ്സലാമു അലൈക്കും സുഹൃത്തുക്കളെ, ഏവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കുറച്ച് ദിവസം മുമ്പേ കർണാടകയിലെ ജാവക്കൽ എന്ന സ്ഥലത്തേക്ക് ഞാനൊരു യാത്ര പോയിരുന്നു. ഒരു ദർഗയിലേക്ക് പോയതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലുള്ളത് ആ ദർഗീൻ്റെ കാഴ്ചകളും അവിടേക്ക് പോകുമ്പോഴുള്ള വഴിയരികിൽ ഒരുപാട് നല്ല കാഴ്ചകൾ കാണാനുണ്ട്. അതൊക്കെയാണ് വീഡിയോയിലുള്ളത്. അപ്പോൾ വീഡിയോ എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക, നല്ല നല്ല അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. സുഹൃത്തുക്കളെ, ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ ജാവക്കൽ യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ യാത്രയുടെ തുടക്കം മുതൽ ആ ഒരു ദർഗയിൽ എത്തുന്നത് വരെ ഒരുപാട് നല്ല നല്ല കാഴ്ചകൾ നമുക്ക് കാണാനുണ്ട്. കണ്ണിന് കുളിർമയേകുന്ന ഒരുപാട് കാഴ്ചകൾ. പോകുന്ന വഴിയരികിൽ ഈ കരിമ്പ് കൃഷിയും ചോള കൃഷിയൊക്കെ ചെയ്യുന്ന പാടങ്ങൾ ഞങ്ങൾ കണ്ടു. ഈ പച്ചപ്പ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിനൊരു വല്ലാത്തൊരു കുളിർമയല്ലേ. ഇങ്ങനൊരു കാഴ്ച ഞാൻ അപൂർവമാണ് കാണാറ്. ഞാൻ ഇരുമാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയപ്പോഴാണ് ഇവിടെ ഇങ്ങനൊരു ദർഗയുണ്ടെന്ന് അറിഞ്ഞത്. അങ്ങനെയാണ് ഞങ്ങൾ ഫാമിലി ആയിട്ട് ആ ഒരു ദർഗയിലേക്ക് പുറപ്പെട്ടത്. ഈ പറഞ്ഞ ജാവക്കലിലേക്ക് പുറപ്പെടുമ്പോൾ ഇത്രയധികം ദൂരം യാത്ര ചെയ്യണമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. പക്ഷെ അത്ര ദൂരം യാത്ര ചെയ്തിട്ടുണ്ടെങ്കിലും അവിടെ എത്തുന്നത് വരെ മനസ്സിന് വേറൊരു സന്തോഷമാണ് ഉണ്ടായത്. പൊതുവെ യാത്രകളോട് അത്ര ഇഷ്ടമില്ലാത്ത ഒരാളായിരുന്നു ഞാൻ. ഈ യാത്ര പോയി വന്നപ്പോഴാണ് ആ ഒരു യാത്രയുടെ സുഖം എനിക്ക് മനസ്സിലായത്. നമ്മൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ പോകണമെന്ന് അന്നേരമാണ് എനിക്ക് മനസ്സിലായത്. ഇതൊക്കെ കാണുമ്പം ആണ് എൻ്റെ മനസ്സിന് വേറൊരു സന്തോഷം തോന്നിയത്. അങ്ങനെ ഏകദേശം 4-5 മണിക്കൂറോളം യാത്ര ചെയ്ത് ഞങ്ങൾ ജാവക്കൽ ദർഗയിലെത്തി. ഇതാണ് അൽഹാജ് ഹുസൂർ സയ്യിദ് മുഹമ്മദ് കലന്തർ ഷാ പീരാൻ വലിയുള്ള ഷാ ഖാദിരി അവരുടെ ദർഗ. ഈ ഒരു ഗേറ്റിന് പുറത്ത് ചെരുപ്പ് അഴിച്ചു വെച്ചിട്ട് വേണം നമ്മൾ അകത്തേക്ക് പ്രവേശിക്കാൻ വേണ്ടി. അത്രയും വൃത്തിയായിട്ടാണ് ഈ ദർഗയും പരിസരവും അവർ സൂക്ഷിക്കുന്നത്.
അവിടെ എത്തിയിട്ടും നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടി. ആ പള്ളിയും പരിസരവും, നിസ്കാര പള്ളിയും മക്ബറയും ആ ഒരു പരിസരമൊക്കെ നല്ലൊരു വേറെന്നൊരു ഭംഗിയാണ് കാണാൻ വേണ്ടി. ഈ ഒരു സംഭവം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഈ തീയൊക്കെ കൊടുത്ത് ചന്ദനത്തിരിയൊക്കെ കത്തിച്ച് ഈ ഒരു സംഭവം ഫസ്റ്റ് ടൈമാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോനെ കുറിച്ചുള്ള നല്ല നല്ല അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തണം. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നത് വരെ ഇൻഷാ അല്ലാഹ് അസ്സലാമു അലൈക്കും.